നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും എല്ലാവരും കാണുവാൻ ശ്രദ്ധിക്കുക. ഈയിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വയനാട്ടിലെ മാനന്തവാടിയിൽ നടത്തിയ പഠനത്തിൽ പഴന്തീനി വവ്വാലുകളിൽ വൈറസിൻ്റെ സാന്നിധ്യം, അതായത് നിപ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പഴന്തീനി വവ്വാലുകളുടെ പ്രജനന കാലമായ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് വൈറസ് വ്യാപനത്തിൽ നിർണായകമായി നമ്മളുടെ കേരളത്തിലുള്ളത്. എന്നാൽ ഫെബ്രുവരിയിലും ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാഗ്രത ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. നിപ വൈറസിൻ്റെ അല്ലെങ്കിൽ നിപ രോഗത്തിൻ്റെ സാധ്യത കൂടുതലുള്ള 5 ജില്ലകളിൽ ഇപ്പോൾ അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട്ടെ കേരള വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ റിസർച്ചാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, എറണാകുളം ജില്ലകളിൽ അതിജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. മുൻപ് മനുഷ്യരിലോ പഴന്തീനി വവ്വാലുകളിലോ നിപ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ ജില്ലകളാണിവയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 5 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് നിപ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ അത് നേരെ തലച്ചോറിലേക്കാണ് ബാധിക്കുക. ഈ പഴന്തീനി വവ്വാലുകൾ ഭക്ഷിച്ച് പഴങ്ങൾ ഒക്കെ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാലാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിൽ നിപ വൈറസ് പ്രവേശിക്കുക. ഇത്തരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തലച്ചോറിനെ ഇത് മാരകമായി ബാധിക്കുകയും അത്തരത്തിൽ തലച്ചോറിനെ ഇപ്പോൾ ബാധിക്കുന്ന വൈറസ് രോഗവുമായി എത്തുന്ന രോഗികളിലും നിപ സാന്നിധ്യമുണ്ടോ എന്ന പരിശോധനയാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, പ്രൈവറ്റ് ആശുപത്രികളിൽ എത്തുന്ന ആളുകൾക്കും ഇത്തരത്തിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനയിൽ രോഗമുണ്ടെന്ന് സംശയം തോന്നിയാൽ സാമ്പിൾ എടുത്ത് ആദ്യഘട്ട പരിശോധനയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അയക്കുക. വീണ്ടും പരിശോധന ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പൂനെയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 ജില്ലകളിലുള്ള ആളുകൾ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, ജാഗ്രത പാലിക്കുക. കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്